Hi students, welcome all. I'm here to teach you your English chapters. As the pandemic hits once again, we are forced to continue our virtual mode. Then we can continue our classes through this mode for certain times, and let's hope a soon recovery. Okay. In this class, we are going to study the first chapter of our English textbook, The Race by Nisha Panjabi. Okay. The first unit, Aspire to Win, is all about sports and related things. And the first chapter itself is a sports related story, that is The Race about the Tarun, written by Nisha Panjabi. Okay. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആസ്പയർ ടു വിൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. 3 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ദ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആ ചാപ്റ്ററിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഓഥറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യണം. കാരണം യൂഷ്വലി there will be a question to write the profile of any of the authors. Okay. അപ്പോൾ സാധാരണ എല്ലാ എക്സാമിലും 5-6 മാർക്കിന് ഒരു പ്രൊഫൈൽ എഴുതാൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഓഥർ ആരാണ്, ഈ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എഴുതിയിട്ടുള്ളത്, അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നിഷ പഞ്ചാബി is a freelance writer based in Lucknow, India. She completed her education including her master's in administration. നിഷ പഞ്ചാബിയാണ് എഴുതിയിട്ടുള്ളത് ഫ്രീലാൻസ് റൈറ്റർ. വാട്ട്സ് മീൻ ബൈ ഫ്രീലാൻസ് റൈറ്റർ? ഫ്രീലാൻസ് റൈറ്റർ മീൻസ് സെൽഫ് എംപ്ലോയിഡ്, സെൽഫായിട്ട് എഴുതുക, ഏതെങ്കിലും കമ്പനി ബേസ്ഡ് അല്ലാതെ സെൽഫായിട്ട് എഴുതുന്നതിനാണ് ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറയാം. ഇൻ ലക്നൗ, യു പിയിലാണ് ഉള്ളത്. ഓക്കെ, ഷി കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഹെർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. MCom ബിസിനസ് MBA ഒക്കെ കഴിഞ്ഞതാണ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. ഷി വാസ് എംപ്ലോയിഡ് ബൈ ദ ലക്നൗ ടൈംസ് ഡെയിലി മാഗസിൻ, ദ ടൈംസ് ഓഫ് ഇന്ത്യ. അതുപോലെ ലക്നൗ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡെയിലി മാഗസിൻ ആയിട്ടുള്ള ലക്നൗ ടൈംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട് ആസ് എ ഫ്രീലാൻസർ ആയിട്ട്, ഫ്രീ റൈറ്റർ ആയിട്ട്. ഓക്കെ, അതായത് നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക, അവരെന്ത് പബ്ലിഷ് ചെയ്യുന്ന രീതിയാണ്. ഷി ബ്ലോഗ്സ് അറ്റ് ദ shimmering sunshine.blogspot.com. The Race is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India in 2001. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ ഒരു അവാർഡ് വിന്നിംഗ് സ്റ്റോറിയാണ് സ്പോർട്സ് കാറ്റഗറിയിൽ, അതായത് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലെ അവാർഡ് വിന്നിംഗ് സ്റ്റോറിയാണ് ദ റേസ്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് എ ലുക്ക് വാട്ട്സ് ടോക്കിംഗ് അബൌട്ട്. Okay, what's the story is all about? Okay, let's begin. Before going to the story, let's have a short note on the top of your textbook. Okay, at the end of a game or a sporting event, we usually appreciate the winner or the record breaker. Shouldn't we encourage the losers too? Let's see what happened in this story. Read on. അപ്പോൾ പറയുന്നത് നമ്മൾ ഓരോ ഗെയിമിലും ഓരോ സ്പോർട്ടിംഗ് ഇവന്റിലും സാധാരണ രീതിയിൽ യൂഷ്വലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ റെക്കോർഡ് ബ്രേക്കർ, അതിൽ വിജയിച്ച ആളുകൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, അവരെ അഭിനന്ദിക്കാറുണ്ട്. ഷുഡന്റ് വി എൻകറേജ് ലോസേഴ്സ് ടു? നമുക്ക് ആ ലോസർ, അതിൽ പരാജയപ്പെട്ടവരുണ്ട്, ഒരാൾ ലാസ്റ്റ് ഓടി എത്തുന്നവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ഇൻ ദി സ്റ്റോറി. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. റീഡ് ഓൺ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ദ റേസ് ബൈ നിഷ പഞ്ചാബി. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കേട്ടിരുന്നിട്ട് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റിൻ്റെ പാർട്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ഇരിക്കണം. ഓക്കെ, എവിടെയാണ് വായിക്കുന്നത് അതിലൂടെ പോവാം. ഓക്കെ, then let's begin. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud, but Tarun was never good at anything like that. The first paragraph, or the beginning itself, is the introduction or the short brief of Tarun. Who is Tarun? Okay, the story says that Tarun is a mediocre student.
ഹിയോ മെഡിയോക്കർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇവിടെ മെഡിയോക്കർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ്. കാരണം നമ്മൾ സാധാരണ എക്സാമുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഈ സെന്റൻസ് തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ് മെഡിയോക്കർ. മെഡിയോക്കർ മീൻസ് ആവറേജ് സ്റ്റുഡൻറ് ഓർ മിഡിൽ സ്റ്റുഡൻറ്. അപ്പോൾ തരുൺ ആരാണ് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫുകളിൽ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് തരുൺ ഒരു മെഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈസ് ഹിസ് പേരൻസ്. അവൻ്റെ ഗ്രേഡ്സ്, അവൻ്റെ മാർക്കുകൾ കുഡ് ബെയർലി മീൻസ് കുറച്ച് നെഗറ്റീവ് യൂസ് ആണ്. ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ പാരൻസിന് സാറ്റിസ്ഫൈ ചെയ്യാറില്ല, അവർക്ക് സംതൃപ്തി ഉണ്ടാവാറില്ല അവൻ്റെ മാർക്കുകളിൽ. ആൻഡ് ഷി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അത് മാത്രമല്ല അവൻ നല്ലൊരു പാട്ടുകാരനല്ല. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ചില കുട്ടികളുണ്ടാവും പഠിക്കാനൊക്കെ ബാക്കിലാണെങ്കിൽ അവർ ചിലപ്പോൾ നല്ല പാടാൻ കഴിവുള്ള ആളുകളായിരിക്കും. ഓർ ഡാൻസറും അല്ല, ചിലപ്പോൾ ഡാൻസ് ചെയ്യും. ഓർ പെയിന്റും അല്ല. ഓർ ഈവൻ ആൻ ആക്ടർ. അവന് പഠിക്കുകയില്ല, സിംഗറും അല്ല, ഡാൻസറും അല്ല, പെയിന്ററും അല്ല, ഒരു ആക്ടറും അല്ല. അവൻ ഒന്നിനും അവനില്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ എന്തായിട്ടാണ്, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഹിയർ ബ്ലാക്ക് ഷീപ്പ് ഇസ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഓക്കെ, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേർഡ്സ് ഇഡിയം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വേർഡ്സ് മീനിങ്ങിന് സെപ്പറേറ്റ് മീനിങ് ഉണ്ടാവും, പക്ഷേ ഒന്നിച്ച് വരുമ്പോൾ അതിന് എൻ്റയർലി ഡിഫറെൻറ്റ് മീനിങ് വരുന്നതാണ് ഇഡിയം എന്ന് പറയുന്നത്. ഇവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാണ്. നമുക്കറിയാം ബ്ലാക്ക് ഷീപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കാരണം ബ്ലാക്ക് ഷീപ്പ് നമുക്ക് സാധാരണ നമുക്കറിയാം ബ്ലാക്ക് ഷീപ്പുകൾ എന്താണ് വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഷീപ്പ് വരാണ് അതിൽ ഒറ്റപ്പെട്ടതാണ് അല്ലേ. ദാറ്റ് മീൻസ് ഓഡ് വൺ ഇൻ എ ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്. നമുക്കറിയാം ഷീപ്പിന്റെ കളറൊക്കെ എന്താണ് വൈറ്റ് കളർ, അപ്പോൾ അതിൽ ബ്ലാക്ക് കളർ ഷീപ്പ് വരികയാണ്, ആ ഷീപ്പുകളിൽ ഒറ്റപ്പെട്ട ഒരു ഷീപ്പാവും അല്ലേ. അതാണ് ചെമ്മരിയാട് ഷീപ്പ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് മീൻസ് ഓൾ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്കാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് നമ്മൾ ഇഡിയോമാറ്റിക് ആയിട്ട് പറയാം. ഹിയർ ഹി തോട്ട് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവന്റെ ഫാമിലിയിലെ, അവന്റെ കുടുംബത്തിലെ ഒരു ബ്ലാക്ക് ഷീപ്പ്, ഒറ്റപ്പെട്ട ഒരുത്തനായിട്ടാണ് ആർക്ക് ഫീൽ ചെയ്യുന്നത്, തരുണ് ഫീൽ ചെയ്യുന്നത്. ഹിസ് എൽഡർ ബ്രദർ, അതിന് കാരണമുണ്ട്. എന്താ നോക്കാം. ഹിസ് എൽഡർ ബ്രദർ, അവന്റെ മൂത്ത സഹോദരൻ, ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ്. എന്താണ് അവന്റെ എൽഡർ ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കി കൊണ്ടിരിക്കുകയാണ്. ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ്. അതെന്ത് ചെയ്യും, അവന്റെ ഫാമിലിയെ എന്ത് ചെയ്യുന്നുണ്ട്, അഭിമാനമാക്കുന്നുണ്ട്. ബട്ട് തരുൺ ഈസ് not good for anything. He's not a singer, dancer or anything. He never concentrated on his studies. Okay, but Tarun was never good at anything like that. Says that Tarun is never good at anything like that. Tarun ഒന്നിനും പറ്റില്ല, അവൻ പഠിക്കൂല, പാട്ടാടുക, അങ്ങനെ ഒരു പരിപാടി അവൻക്കില്ല. അവൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷീപ്പ് ആയിട്ട് ഒറ്റപ്പെട്ടിട്ട് നിൽക്കുകയാണ്, ഒരു മെഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ദിസ് ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഹു ഈസ് തരുൺ? We have to know who is the main protagonist. Protagonist means the main character of a story or any other kind of thing. Okay, here the protagonist is Tarun. Okay, അപ്പോൾ തരുണിനെ കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് തരുണ് വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോ, അത് തരുൺ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. Okay, next paragraph. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream, to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. ഓക്കെ, അപ്പോൾ നോക്കാം. ഹൗഎവർ, എന്നിരുന്നാലും, തരുണിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്, അവൻ ഒന്നിനും കഴിയില്ല, പഠിക്കൊന്നും ചെയ്യില്ല. ഹൗഎവർ, എന്നിരുന്നാലും, he was blessed with the strength of a great athlete. അവനക്കൊരു കഴിവുണ്ടായിരുന്നു, ബ്ലെസ്ഡ്, അനുഗ്രഹീതമായിരുന്നു. വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്, ഒരു ഭയങ്കര ഒരു അത്ലറ്റ് ആയിരുന്നു. അത്ലറ്റ് മീൻസ് ഒരു കായികപരമായിട്ട് കഴിവുള്ള ഒരാളായിരുന്നു ആര്, തരുൺ. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ, ഒരു ഭയങ്കര ഓട്ടക്കാരനായിരുന്നു ആര്, തരുൺ.
Then he would run for hours, be it day or night. തരുണി ഹവേഴ്സ് മണിക്കൂറുകളോളം ഓടും, be it day or night. രാത്രിയാവട്ടെ പകലാവട്ടെ അവൻ മണിക്കൂറുകളോളം ഓടും. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. എന്താ പറയുന്നത്? Whenever he felt sad, അവൻ എപ്പോഴെങ്കിലും സാഡായിട്ട് സങ്കടം തോന്നുകയാണ്, ആൻഡ് ലോൺലി ഒറ്റപ്പെട്ടതായി തോന്നുകയാണെങ്കിൽ, he exhausted himself by running. അവൻ എന്ത് ചെയ്യും? എക്സോസ്റ്റ് മീൻസ് ക്ഷീണിക്കുക, അവന് തളരുന്നത് വരെ എന്ത് ചെയ്യും? by running, ഓടിക്കൊണ്ടിരിക്കും. thus releasing all his pent-up emotion. അങ്ങനെ അവൻ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും, പുറത്ത് കളയും all his pent-up emotion. pent-up മീൻസ് അടിച്ചമർത്തപ്പെട്ട അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ സങ്കടങ്ങളൊക്കെ എന്ത് ചെയ്യും? അവന് പുറത്ത് കളയും. അതായത് അവനക്ക് സങ്കടം ഉണ്ടാവുമ്പോഴും അതുപോലെ അവൻ ഒറ്റപ്പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ what he do? he run for hours. അവൻ മണിക്കൂറുകളോളം എന്ത് ചെയ്യും? ഓടിക്കൊണ്ടിരിക്കും. at times he would miss the school bus and would then run school which was 5 miles away from his home. ചില സമയങ്ങളിൽ he would miss his school bus. അവൻ്റെ സ്കൂൾ ബസ് അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവൻ എന്താ ചെയ്യാറുള്ളത്? he would run to school which was 5 miles away from his home. അവൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽ അകലെ, അത് ഒരു മൈൽ ഏകദേശം 1.5 കിലോമീറ്ററോളം വരുന്നുണ്ട് ഒരു മൈൽ. അതായത് 5 മൈലോളം അവൻ എന്ത് ചെയ്യും? വീട്ടിൽ സ്കൂളിലോട്ട് ഓടാണ് ചെയ്യാറുള്ളത് അവൻ്റെ ബസ് മിസ്സാവുകയാണെങ്കിൽ. then he just had one dream. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? to become the fastest runner in the world. ഈ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടക്കാരനായിരിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. തരുൺ did not know how to achieve this dream. പക്ഷേ തരുൺ എങ്ങനെ ഈ ഒരു ഡ്രീം, അവൻ്റെ ആഗ്രഹം നേടിയെടുക്കാം എന്ന് അറിയില്ല. on the one hand, ഒരു സൈഡിൽ his parents hated his running and wanted him to concentrate more on his studies. ഒരു ഭാഗത്ത് അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? hated his running, അവൻ്റെ ഓട്ടത്തെ വെറുക്കുന്നുണ്ട്. and wanted him to concentrate more on his studies. അവൻ എന്ത് ചെയ്യണം? അവൻ്റെ പാരൻസിന് ആവശ്യം അവൻ്റെ പഠനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ പാരൻസിൻ്റെ അവസ്ഥ, ഓടാനാണ് പറയുമ്പോൾ ഓടൊന്നും വേണ്ട, പഠിച്ചോ എന്ന് പറയും. അതേ അവസ്ഥയാണ് അവൻ്റെ പാരൻസിൻ്റെ. which he never did. അതാണെങ്കിൽ അവൻ ഒരിക്കലും ചെയ്യൂല. അവൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം അവർ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, പക്ഷെ അതിൽ അവനക്കൊരു താല്പര്യമില്ല, അവൻ ചെയ്യൂല. on the other hand, മറ്റൊരു വശത്ത് he belonged to a middle class family. അവനൊരു മിഡിൽ ക്ലാസ്, ഒരു മധ്യ വർഗത്തിൽപ്പെട്ടൊരു വിഭാഗമാണ്. അതായത് കൂടുതൽ പൈസ ഒന്നുമില്ല, പക്ഷെ മറ്റേ പാവം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആൻഡ് തരുൺ knew that. തരുൺ അറിയാം എന്ത്? to achieve his dream he needed an intensive training. അവൻ്റെ ഈ ലക്ഷ്യം, അവൻ്റെ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണമെന്നില്ല, ലക്ഷ്യം നേടണമെങ്കിൽ he needed an intensive training. ഭയങ്കര ശക്തമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് വേണമെന്നുള്ളത് ആർക്കറിയാം? തരുൺ അറിയാം. the amount for which was well beyond his family's reach. but ആ ട്രെയിനിങ്ങിന് വേണ്ട എമൗണ്ട്, പൈസ ഈസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അവൻ്റെ ഫാമിലിക്ക്, അവൻ്റെ കുടുംബത്തിന് എത്തിപ്പെടാവുന്നതിലും അപ്പുറമായിരുന്നു. ഓക്കെ, ദി സെക്കൻഡ് പാരഗ്രാഫ് gives a short brief. who is Tarun? once again, he's the best runner and he wants to become a fastest runner of the world, and there are some obstacles before him to achieve his dream. what is mean by obstacles? obstacle means തടസ്സങ്ങൾ. അവൻ്റെ ജീവിതത്തിലുള്ള ആ ലക്ഷ്യം നേടിയെടുക്കാൻ some obstacles ഉണ്ടായിരുന്നു. one is his parents hated his running and wanted him to concentrate on his studies, and other one is he belonged to a middle class family, so he can't afford the amount for the training. okay, that's the situation of Tarun. okay, അങ്ങനെ നമ്മൾ തരുണിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് തരുൺ എന്ന് പറഞ്ഞു? ആരാണ് തരുൺ? ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്. അവൻ സിംഗർ അല്ല, ഡാൻസർ അല്ല, ആ കഴിവുകളൊന്നുമില്ല. പക്ഷേ അവനക്കൊരു കഴിവുണ്ടായിരുന്നു, ഗ്രേറ്റ് അത്ലറ്റ് ആയിരുന്നു, നല്ലൊരു റണ്ണർ ആയിരുന്നു. അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു? വേൾഡിലെ ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ അവൻ്റെ മുന്നിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ്ഡ് ടു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അവൻ്റെ സ്റ്റഡീസിൽ, പഠനങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പറയുന്നുണ്ട്? പാരൻസ് പറയുന്നുണ്ട്. അതുപോലെ ഹി ബിലോങ്സ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി, സോ ഹി കാൺ അഫോർഡ് ദ എമൗണ്ട് ഫോർ എ ട്രെയിനിങ്. അതായത് അവൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ട്രെയിനിങ്ങിന് വേണ്ട പൈസ ഒന്നും അവനെക്കൊണ്ട് അഫോർഡ് താങ്ങൂല. ഓക്കെ, ദെൻ എന്താണ് ഇനി തരുണിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? when Tarun failed in his terminal examination, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out of his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted and his worry having subsided. He threw himself on a bench and started panting heavily.
ഓക്കെ, വെൻ തരുൺ ഫെയിൽഡ് ഇൻ ടെർമിനൽ എക്സാമിനേഷൻ, അങ്ങനെ എക്സാമിനേഷൻ റിസൾട്ട് വന്നു, തരുൺ എന്ത് ചെയ്തിട്ടുണ്ട്, ടെർമിനൽ എക്സാമിനേഷനിൽ ഫെയിൽഡ് ആയിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ തോറ്റു, സാധാരണ പോലെ തന്നെ അവന്റെ ഫാദർ എന്ത് ചെയ്തു, ഭയങ്കര ആംഗ്രി, ദേഷ്യപ്പെട്ടു അവനോട്. ദെൻ ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവരുടെ ഫ്രണ്ട്സും അവൻ എന്ത് ചെയ്തു, കളിയാക്കി. നമുക്ക് സാധാരണ പറഞ്ഞാണ് തരുണ് ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോഴും ഒറ്റപ്പെടുമ്പോഴൊക്കെ എന്താണ് ചെയ്യാറുള്ളത്, ഹി റാൻ ഫോർ ഹവേഴ്സ് ആൻഡ് ഗെറ്റ് ഹിം എക്സോസ്റ്റഡ്, അല്ലെ? അവന് മണിക്കൂറുകളോളം ഓടിയിട്ട് തളരുന്ന വരെ ഓടും, അതാണ് അവൻ ചെയ്യാറുള്ളത്. നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. അവന്റെ മെമ്മറിയിൽ നിന്ന്, അവന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയേണ്ട ഒരു ദിവസമായിരുന്നു ഇത്. കാരണം എക്സാമിനേഷനിൽ ഫെയിൽഡ് ആയി, ഫാദർ ചീത്ത പറഞ്ഞു, അതേപോലെ ഫ്രണ്ട്സ് കളിയാക്കി. സോ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ദിസ് ഡേ ഫ്രം ഹിസ് മെമ്മറി, സോ ഹി ടുക്ക് ടു റണ്ണിങ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഓടാൻ വേണ്ടി തുടങ്ങി. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. അവൻ ആ പാർക്കിൽ ചുറ്റും ഓടി. The sun beat down to check his rage, but nothing could stop Tarun. സൂര്യൻ വരെ എന്ത് ചെയ്തു, ജ്വലിക്കാൻ തുടങ്ങി. അവന്റെ ആ റേജ്, അവന്റെ കോപം, അവന്റെ ആ സങ്കടം കുറക്കാൻ വേണ്ടി സൂര്യൻ വരെ ശ്രമിച്ചു. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷെ ഒന്നിനും തരുണ് നിർത്താൻ പറ്റില്ല. ആഫ്റ്റർ അബൌട്ട് ആൻ ഹവർ, അങ്ങനെ ഒരു മണിക്കൂറോളം അവൻ എന്ത് ചെയ്തു, അവൻ ഓടി. ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഹിസ് ഫെറി ഹാവിങ് സബ്സൈഡഡ്. അവൻ എന്ത് ചെയ്തു, ഫുള്ളി എക്സോസ്റ്റഡ്, ആകെ ക്ഷീണിച്ചു. ആൻഡ് ഹിസ് ഫെറി ഹാവിങ് സബ്സൈഡഡ്. ഓക്കെ, ദെൻ അവന്റെ കോപം എന്ത് ചെയ്തു, ഹാവിങ് സബ്സൈഡഡ്. അവന്റെ കോപം, ഫെറി മീൻസ് കോപം, സബ്സൈഡ് കുറഞ്ഞു വരിക. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. അവൻ എന്ത് ചെയ്തു, ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. പാൻറ്റിങ് മീൻസ് കിതക്കുക, ഭയങ്കര ശക്തമായിട്ട് കിതക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്, തരുണ് എക്സാമിനേഷന് ഫെയിൽഡ് ആയി. അവൻ ഫാദർ ദേഷ്യപ്പെട്ടു, ഫ്രണ്ട്സ് കളിയാക്കി. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഈ ദിവസം അവന്റെ ജീവിതത്തിൽ മാറ്റിയെടുക്കണം, അത് മായ്ക്കപ്പെടേണ്ട ഒരു ദിവസമായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവന് സങ്കടം വരുമ്പോൾ ചെയ്യാറുള്ള പ്രവൃത്തിയാണ് റണ്ണിങ്. അവൻ എന്ത് ചെയ്തു, മണിക്കൂറുകളോളം, ഒരു മണിക്കൂറോളം ആ ഗ്രൗണ്ടിൽ പാർക്കിൽ ഇരുന്ന് ഓടി, ഇന്നാണ്ട് ഓടി. എന്നിട്ട് എന്ത് ചെയ്തു, തളർന്നിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ ശക്തമായിട്ട് കിതച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നു, കാരണം അങ്ങനെ ഓടിയിട്ട് അവൻ പാർക്കിൽ ഇങ്ങനെ ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. സഡൻലി he heard a voice of his elbow. What is it, son? Tarun turned to his left and there sat a man of about 60. I failed into subject, he replied in a depressed tone. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ram Narayan and you are the one of the best runner I have ever seen. അപ്പോൾ സഡൻലി പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ഹേർഡ് എ വോയിസ് അറ്റ് എൽബോ. അവന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു സൗണ്ട് കേട്ടു, ഒരു സൗണ്ട് കേട്ടു. വാട്ട് ഇസ് ഇറ്റ് സൺ? എന്ത് പറ്റി മകനെ? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ്, അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞു. ആൻഡ് there sat a man of about 60. അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു 60 വയസ്സൊക്കെ പ്രായമുള്ള ഒരു ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയാണ്, ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്. ഞാൻ 2 വിഷയങ്ങൾ ഞാൻ തോറ്റു. He replied in a depressed tone. ഒരു ഭയങ്കര താഴ്ന്ന സങ്കടത്തോടെ പറഞ്ഞത്, ഞാൻ 2 സബ്ജക്റ്റിൽ തോറ്റിട്ടുണ്ട്. The man smiled sympathetically and said, അങ്ങനെ ആ മനുഷ്യനായിരിക്കുന്ന 60 വയസ്സായ ആള് ഒരു സഹതാപത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞത്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ട്, അതായത് ജീവിതത്തിൽ പരാജയം വിജയമൊക്കെ ഉണ്ടാവും മകനെ. ബൈ ദ വേ, അതുപോട്ടെ, ആൻഡ് രാം നാരായൺ, ഞാൻ ആരാണ്, രാം നാരായണാണ്. ആൻഡ് യു ആർ ദ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണർ ഐ ഹാവ് എവർ സീൻ. അത് മാത്രമല്ല, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടക്കാരനാണ് നീ. ഞാൻ ഇതുവരെ നിന്നെ വാച്ച് ചെയ്യായിരുന്നു, ഈ ഒരു ഭയങ്കര ഓട്ടക്കാരനാണ്. Ram Narayan, are you the same Ram Narayan who won an Olympic medal in the 400 meter in the race in 1960s? Tarun could not hide his excitement. അപ്പോൾ രാം നാരായൺ വന്നപ്പോൾ തരുണി, രാം നാരായൺ ആണോ? ഏത്? Are you the same Ram Narayan? നിങ്ങൾ ആ സെയിം രാം നാരായൺ തന്നെയാണോ? who won an Olympic medal? ആണെന്ത്, ആ രാം നാരായൺ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട് ഇൻ ദ 400 മീറ്റർ റേസ് ഇൻ 1960. 1960 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ആ സെയിം രാം നാരായൺ ആണോ നിങ്ങൾ? തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്. തരുൺ അവന്റെ ആകാംക്ഷ അടുക്കി വെക്കാൻ പറ്റിയില്ല, കാരണം അവർക്ക് ഭയങ്കര ആകാംക്ഷയായി. നിങ്ങൾ തന്നെയാണോ ആ രാം നാരായൺ? നോക്കാം എന്താ സംഭവിക്കുക നോക്കാം. യെസ്, Pat came the reply. Tarun was dazzled. യെസ്, അതെ, Pat came the reply. ആ സ്പോട്ട് തന്നെ എന്ത് ചെയ്തു, മറുപടി വന്നു, അതെ ഞാൻ തന്നെയാണ് ആ രാം നാരായൺ. തരുൺ വാസ് ഡാസ്ഡ്. തരുൺ കോരിത്തെരിച്ചു, സന്തോഷിക്കും. കാരണം എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എന്തെങ്കിലും ആഗ്രഹം വെച്ച് പോകുമ്പോൾ ആ ലക്ഷ്യത്തിൽ വിജയിച്ച ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലെ, ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതെന്നെ തരുണിന് സംഭവിച്ചു. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes, continued Ram Narayan, and I see a good future in you.
മകനെ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ ലാസ്റ്റ് 45 minutes. കഴിഞ്ഞ 45 മിനിറ്റ് ആയി ഞാൻ നിന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ തുടരാണ്, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. അത് മാത്രമല്ല, ഞാൻ നിന്നിൽ ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നല്ലൊരു ഭാവി ഉണ്ട് എന്ന് ആര് പറയാണ്? രാം നാരായൺ പറയാണ്. അപ്പോൾ ഇവന് തരുൺ ഈ എക്സാമിൽ ഫെയിൽഡ് ആയപ്പോൾ സങ്കടം ഒന്ന് ചീത്ത കേട്ടു, ഫ്രണ്ട്സ് കളിയാക്കി, അവൻ എന്ത് ചെയ്തു, അത് തീർക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഇങ്ങനെ ഓടുകയാണ്, പാർക്കിൽ ഫുൾ ഓടുകയാണ്. അങ്ങനെ തളർന്നിരിക്കുമ്പോൾ അടുത്തുനിന്ന് ഒരാൾ എന്ത് പറ്റിയും ചോദിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എക്സാമിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സഹതാപത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചകളൊക്കെ ഉണ്ടാവും, വിജയവും പരാജയമൊക്കെ ഉണ്ടാവും, ദാറ്റ്സ് കോമൺ. ഓക്കെ, അപ്പോൾ ഞാൻ ആരാണ്? രാം നാരായൺ ആണ്. അപ്പോൾ തരുണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഈ രാം നാരായണാണോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ഇയാളാണോ? അത് ചോദിച്ചു. അതെ, അതന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. രാം നാരായൺ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 45 മിനിറ്റ് ആയിട്ട് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്റെ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. തരുണ് ആകെ എന്ത് ചെയ്തു? ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ, അങ്ങനെ തരുൺ എന്ത് ചെയ്യുന്നുണ്ട്? ആരോട് സംസാരിക്കണം? ആരോട്? നമ്മുടെ രാം നാരായണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാം നാരായൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ തരുൺ എന്ത് ചെയ്തു? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, ഭയങ്കര സന്തോഷമായി അല്ലേ? തരുൺ could not help but blush. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഞാൻ രാം നാരായണനാണ്, നിന്നിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു ഓട്ടക്കാരനെ, ഗുഡ് റണ്ണറെ ഞാൻ കാണുന്നുണ്ട്. തരുൺ could not help but blush. ഒരു പ്രയോഗമാണ് കുഡ് നോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ വേ പ്രിവെന്റിങ് ദാറ്റ്സ് ഹാപ്പനിങ്. അത് സംഭവിക്കുന്നത് തടയാൻ പറ്റുന്നില്ല. അതായത് അവനക്ക് എന്ത് ചെയ്തു? ബട്ട് ബ്ലഷ്, മുഖം തൊടുത്തു. അതായത് മുഖം തൊടുത്തു, അത് തടയാൻ നമുക്ക് പറ്റില്ല. അത്രയും സന്തോഷം ഉണ്ടായി എന്ന് പറയുന്നത്. ആൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. നീ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഈ നിന്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ബേണിംഗ് ജ്വലിച്ചുകൊണ്ട് നിന്റെ മൈൻഡിൽ ഇരിക്കണം. ആൻഡ് നെവർ ഗിവ് അപ്പ്, ഒരിക്കലും നീ അത് വിട്ടുപോകരുത്. അതായത് ഈ പാഷൻ, നിന്റെ ബെസ്റ്റ് റണ്ണർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നീ ഒരിക്കലും വിട്ടുപോകരുത്. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂൾ ജോയിൻ ചെയ്തോ? ദ മാൻ എൻക്വയർഡ്. പിന്നെ അന്വേഷിച്ചു. നമ്മുടെ ഹോസ്പിറ്റലൊക്കെ എൻക്വയർഡ് എന്നൊക്കെ കാണാം. അതായത് എന്ത് ചെയ്തു? രാം നാരായൺ അന്വേഷിച്ചു. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീവ്ഡ് ഡിസ്ട്രോട്ട്. എ ട്രെയിനിങ് സ്കൂൾ വെരി എക്സ്പെൻസീവ്, സോ ആൻഡ് ഐ ആം അൺഎംപ്ലോയ്ഡ്. Tarun said, feeling happy that he could joke even in these circumstances. തരുൺ സ്മൈൽ ഫെയ്ഡഡ്. തരുണിൻ്റെ ആ ചിരി എന്ത് ചെയ്തു? മങ്ങി. ഫെയ്ഡഡ് മീൻസ് മങ്ങ. ഇതിൽ സന്തോഷിച്ചിരിക്കുന്ന രാം നാരായണനെ കണ്ട സന്തോഷത്തിലായിരുന്നു. ഇപ്പം ആ ചിരിയൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. അവൻ ആകെ അസ്വസ്ഥനായി. എ ട്രെയിനിങ് സ്കൂൾ ഇസ് വെരി എക്സ്പെൻസീവ്. ഈ ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് സർ. ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. അത് മാത്രമല്ല ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, എനിക്ക് ജോലിയൊന്നുമില്ല. തരുൺ പറഞ്ഞു. എന്നിട്ട് ഫീലിംഗ് ഹാപ്പി, എന്നിട്ട് അവൻ സന്തോഷിക്കണത് ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും അവനക്ക് തമാശ പറയാൻ പറ്റുന്നില്ലോ എന്ന് അവൻ സന്തോഷിച്ചു. കാരണം എന്താണ്? എനിക്ക് ജോലിയൊന്നുമില്ല. ഇത്രയും ചെറിയൊരു കുട്ടി പറയണത് എനിക്ക് ജോലിയൊന്നുമില്ല, ഒരു കോമഡി ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു അല്ലേ? എങ്കിലും അവനക്ക് തമാശ പറയാൻ പറ്റില്ലോ എന്നുള്ളത് എന്ത് ചെയ്തു? അവനക്കൊരു സന്തോഷമായി. ബട്ട് രാം നാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. I will train you if you want, but I put forward a condition. What's your condition? Tanu's voice showed curiosity and anxiety. Okay. But Ram Narayan seemed pretty serious. Ram Narayan കുറച്ച് സീരിയസ് ആയിരുന്നു. കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞത്. I will train you if you want. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിന്നെ ട്രെയിൻ ചെയ്യാം. But I put forward a condition. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധന ഉണ്ട്. നിന്നെ വേണമെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്യാം. വാട്ട്സ് യുവർ കണ്ടീഷൻ? അപ്പോൾ തരുൺ എന്ത് ഭയങ്കര ആകാംക്ഷയായി. കാരണം ഇവനക്ക് ട്രെയിനിങ് കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളുണ്ടായിരുന്നു. പൈസയുടെ പ്രശ്നമുണ്ട്, വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. പക്ഷെ ഇവനോട് പറയുകയാണെങ്കിൽ ഒരു മെഡൽ നേടിയിട്ടുള്ള, ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ഒരു ബെസ്റ്റ് റണ്ണർ പറയണെന്ത്, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. വാട്ട്സ് യുവർ കണ്ടീഷൻ? എന്താ നിങ്ങളുടെ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. തരുണിൻ്റെ ആ ശബ്ദം എന്ത് ചെയ്തു? ഭയങ്കര ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയൊക്കെ കാണിച്ചു. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win the race, I will promise I will start training you, said Ram Narayan. പറയാണ്, this race in the Children's Day at Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേ, അതായത് കുട്ടികളുടെ ദിവസത്തിൽ ഒരു റേസ് ഉണ്ട്, ഒരു ഓട്ട മത്സരമുണ്ട്. Children of your age are competing there. നിന്റെ അതേ വയസ്സുള്ള കുട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. If you participate and win that race, I promise I start training
you, said Ramnarayan. അപ്പോൾ രാംനാരായൺ പറയാണ്, നീ അതിൽ പങ്കെടുത്തിട്ട് ആ റേസിൽ വിജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യും. ഓക്കെ, രാംനാരായണൻ അപ്പോൾ തരുണിൻ്റെ ജീവിതത്തിൽ ഒരു വൈദ്യുതിവായി വരികയാണ്. അവനിങ്ങനെ ഓടിയിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് രാംനാരായണനെ കാണുന്നത്. അങ്ങനെ രാംനാരായണൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അപ്പോൾ നല്ലൊരു റണ്ണറെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ചിൽഡ്രൻസ് ഡേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റേസ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യും. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ലൈഫ് ഓഫ് തരുൺ. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ രാംനാരായൺ പറയുകയാണെ, നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, ട്രെയിനിങ് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ ആ റേസിൽ ചിൽഡ്രൻസ് ഡേയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന റേസിൽ നീ വിജയിക്കണം. That is no big deal. I can do it, can't I? Thought Tarun. I will so. He heard himself saying with complete conviction. എന്താണ്, that is not big deal. അത് വലിയ സംഭവമൊന്നുമല്ല. I can do it. എനിക്കത് പറ്റും. can't I? എന്നിട്ട് അവൻ ചിന്തിക്കണം. Thought Tarun. അവനെ ചിന്തിക്കുക, എനിക്ക് പറ്റൂലേ. I will sir. ഞാൻ ചെയ്യും, ഞാൻ വിജയിക്കും സർ. He heard himself saying with complete conviction. അവനെ തന്നെ അവന് പറയുന്നത് ഭയങ്കര കൺവിഷൻ, ഭയങ്കര വിശ്വാസത്തോടെ അവൻ പറയുന്നത് അവനക്ക് തന്നെ തോന്നി. Fine boy, it's my job to get you entry in the race and remember you was to win it. Tell me what's your name? asked Ramnarayan. Oh, fine boy, ശരി, it's my job to get you entry in the race and remember, എന്താണ് എൻ്റെ ജോലി എന്താ വെച്ചാൽ നിനക്ക് ആ റേസിലോട്ടൊരു എൻട്രി തരിക എന്നുള്ളതാണ്. പിന്നെ ഓർക്കുക, യുവേഴ്സ് ടു വിൻ ഇറ്റ്, നിന്റെ ജോലി എന്താണ്, അത് ജയിക്കുക, അതിൽ ഓടി ജയിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. ടെൽ മീ, എന്നിട്ട് പറയൂ, വാട്ട്സ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. അപ്പോഴാണ് രാംനാരായൺ ചോദിക്കുന്നത്. ഇതുവരെ രാംനാരായണനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു, പക്ഷെ ഈ കുട്ടി ആരാണെന്നുള്ളത് ആർക്കറിയില്ല, രാംനാരായണൻ അറിയില്ല. അപ്പം നിന്നോട് ചോദിക്കുക, എന്താണ് നിന്റെ പേര്? തരുൺ കപൂർ സർ. തരുൺ കപൂർ എന്നാണ് എൻ്റെ പേര്. Tarun, I will meet you here after 5 days to give your participation card. All the best, said Ramnarayan and left. അങ്ങനെ തരുണോട് പറയുകയാണെ, I will meet you here after 5 days. 5 ദിവസമെങ്കിലും ഞാൻ നിന്നെ ഇവിടെ കണ്ടുമുട്ടും. എന്തിന്? To give your participation card. ആ റേസിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. All the best. Okay, said Ramnarayan. അങ്ങനെ all the best ഒക്കെ പറഞ്ഞിട്ട് രാംനാരായൺ പോവാണ്. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. Okay, ഇതിൽ നമ്മുടെ ലാംഗ്വേജിൽ ഒരു മെയിൻ പാർട്ടാണ് കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ്, അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. തരുൺ തോട്ട് ദാറ്റ്, തരുൺ ചിന്തിക്കുകയാണ്, if his father had not scolded him, അവൻ്റെ ഫാദർ അവനെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ he wouldn't have got this opportunity, അവൻക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ലായിരുന്നു. ഓക്കെ, അവനിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോവാണ്. The next day brought a new ray of hope. പാരഗ്രാഫ് നോക്കാം. അടുത്ത ദിവസം എന്താണ്, ഒരു ഭയങ്കര പ്രതീക്ഷ അവനക്ക് വന്നു. തരുൺ get up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to Nehru Stadium to check the details of the race. He was very happy indeed. അടുത്ത ദിവസം തന്നെ ഒരു ഭയങ്കര പ്രതീക്ഷ എനിക്ക് വന്നു. തരുൺ got up early, നേരത്തെ എണീറ്റു, had milk, പാല് കുടിച്ചു, and before his mother could finish her query on what he was up to. ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ചോദിക്കുക, എന്താ പണി, എന്തിനെവിടെ പോകുന്നു ചോദിക്കൂലേ? അതേപോലെ ഇന്നെന്താണ് പരിപാടി, ഇന്ന് ആ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതിന് മുന്നേ അവൻ എന്ത് ചെയ്തു? he ran out and went to Nehru Stadium to check the details of the race. ആ റേസിന്റെ ഡീറ്റെയിൽസ്, രാംനാരായണ റേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ റേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, ആ നെഹ്റു സ്റ്റേഡിയത്തിലോട്ട് രാവിലെ തന്നെ ഓടുകയാണ്. he was very happy indeed. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ തരുണിന്റെ ജീവിതത്തിലൊരു മാറ്റം വരാൻ പോവാണ്. ഇവനോട് ആ റേസിൽ പാസ്സാവുകയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ ട്രെയിൻ ചെയ്യാന്ന് രാംനാരായൺ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഇവനിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഓർക്കുകയാണ്, അവൻ്റെ ഫാദർ അവൻ്റെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവനക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ അവൻ രാവിലെ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ ഓടുകയാണ്. എവിടേക്ക്? നെഹ്റു സ്റ്റേഡിയത്തിലോട്ട്. ഓക്കെ, നോക്കാം അടുത്ത് നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത് നോക്കാം. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. Every day he would get up at 4 in the morning and run up to 10 miles. In the evening he would time himself according to the 1000-meter prescribed by race. അതായത് തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സീരിയസ്ലി. ഭയങ്കര ഉന്മാഷത്തോടെ, ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര ആവേശത്തോടെ തരുൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, പരിശീലിക്കാൻ വേണ്ടി തുടങ്ങി. എവറി ഡേ, എല്ലാ ദിവസവും
He would get up at 4 in the morning and run up to 10 miles. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അവൻ എണീറ്റിട്ട് എന്ത് ചെയ്യും? 10 miles, 10 miles അവൻ ഓടും. ഇൻ ദ ഈവനിങ്, വൈകുന്നേരങ്ങളിൽ രാവിലെ 10 miles ഓടും രാവിലെ. പിന്നെ ഈവനിങ്ങിലോ he would time himself according to the prescription of the race. അതായത് റേസിൽ നമുക്ക് എന്തുണ്ടാവും, ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കവർ ചെയ്യണമെന്ന് പറയും. ആ 1000 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അത് കവർ ചെയ്യുന്ന ആ രീതിയിൽ എന്ത് ചെയ്തു, അവൻ വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 1000 meter distance prescribed by the competition. ആ കോമ്പറ്റീഷന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 1000 മീറ്ററിൽ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. He wanted everything to be perfect. അവർക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. It was for first time in his life that he was demanding such a perfection in things he did. He thought, അവൻ ചിന്തിക്കാണ്, അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് എല്ലാ കാര്യങ്ങളും ഇത്ര ഒരു പെർഫെക്ഷൻ, ഇത്ര കൃത്യത വേണം എന്നുള്ളത് അവൻ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത്, അവൻ തന്നെ ആവശ്യപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവൻ തോന്നിയ പോലെയായിരുന്നു. He also wanted someone to back him up and so he told everything to his mother. അവനെന്ത് വേണം, ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്. അവന് പുറകുന്ന ഒരു സപ്പോർട്ടായിട്ട് ആരോ വേണമെന്ന് അവനക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അവൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, തുറന്നു പറയാണ്. ഓക്കെ, ദെൻ അങ്ങനെ തരുണിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, തരുൺ ആരാണ് നമ്മൾ ഫസ്റ്റ് പാരാഗ്രാഫിൽ തരുൺ ആരാണ് പറഞ്ഞു, അവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, അവനക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അല്ലേ. അങ്ങനെ തരുണിൻ്റെ ജീവിതത്തിൽ ഒരാളെ കണ്ടുമുട്ടുകയാണ്, രാംനാരായണനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, രാംനാരായണൻ അവനക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, ഒരു അവസരം കൊടുക്കുകയാണ്. നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം, എന്ത് ചെയ്യണം, നീ ആ റേസിൽ, നെഹ്റു സ്റ്റേഡിയത്തിലുള്ള റേസിൽ നീ പാസ്സാവുകയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ശക്തമായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ടൈമൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ആൻഡ് വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ Sarun. Okay, till then you have to read the textbook from first paragraph to here and you have to jot down the words, unfamiliar words with their meaning and study well. Take care. Thank you.